അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ ബർത്തിൽ നിന്ന് ഇറങ്ങി. ഇനി 1 മണിക്കൂർ കൊണ്ട് തഞ്ചാവൂരെത്തും. ഇനി ഒരു അരമണിക്കൂർ കൊണ്ട് തഞ്ചാവൂർ എത്തുന്നതാണ് പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ താഴത്തേക്ക് ഇറങ്ങിയിരിക്കാമെന്ന് വിചാരിച്ചു. രാവിലെ തന്നെ കാഴ്ചകൾ കാണാനായി എല്ലാവരും വിൻഡോ സീറ്റ് പിടിച്ചിട്ടുണ്ട്. ഞങ്ങളെടുത്തത് അപ്പർ ബർത്ത് ആയതുകൊണ്ട് ഞങ്ങൾക്ക് വിൻഡോ സീറ്റില്ല. ഒരു ട്രെയിൻ യാത്രയിൽ രാത്രി പോകുമ്പോൾ എന്തുകൊണ്ടും നല്ലത് അപ്പർ ബർത്ത് ആണെങ്കിൽ രാവിലെ കാഴ്ചകളൊക്കെ കാണാനായിട്ട് ഏറ്റവും നല്ലത് ലോവർ സീറ്റ് തന്നെയാണ്, അതായത് വിൻഡോ സീറ്റ് തന്നെയാണ്. സൈഡ് ലോവർ ഞങ്ങൾ നോക്കിപ്പോയിട്ട് അത് കിട്ടിയില്ല. എന്നാൽ പിന്നെ അതിനിപ്പുറത്തെ സീറ്റിലുള്ള ലോവർ നോക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങൾക്ക് അറിയില്ല, ഞാൻ ഇംഗ്ലീഷിൽ എനിക്ക് പ്രോബ്ലം ഒക്കെ ചോദിച്ചിട്ടില്ല. അപ്പോൾ പിന്നെ ഞങ്ങൾ മനുഷ്യ ആദ്യമായിട്ടാണ് അതോ അനുഗബയോടെ വേണ്ട വയ്ക്കുന്നത്. ഞാൻ മുഖം കഴുകി, ഐസ് അവളെ മുഖം കഴുകിയില്ല. മുഖം കഴുകിയില്ലേ? കേട്ടോ, ഒരു മിനിറ്റ്. ഇറങ്ങാൻ വരട്ടെ. ആ പൊക്കം. ഞങ്ങളങ്ങനെ എത്ര എത്തി? 9:30 തഞ്ചാവൂർ എത്തി. ഇവിടെ എത്തി. ഇതായിരുന്നു ഞങ്ങൾ വന്ന കാരക്കൽ എക്സ്പ്രസ്. അപ്പോൾ നമ്മൾ തഞ്ചാവൂരിലെത്തി. ഇവിടെ പണികൾ നടക്കുകയാണ്. തഞ്ചാവൂർ സ്റ്റേഷൻ തഞ്ചാവൂർ ഇപ്പോൾ ഭയങ്കര ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് ഇവിടെ എല്ലാം പണി നടക്കുകയാണ്. അടുത്ത തവണ നമ്മൾ വരുമ്പോൾ തഞ്ചാവൂരാണ് മാറിക്കാണും. അടിപൊളിയായിട്ട് സ്റ്റേഷനൊക്കെ സെറ്റപ്പ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളങ്ങനെ കൃത്യസമയത്ത് തന്നെ തഞ്ചാവൂരെത്തി. സ്റ്റേഷൻ്റെ പുറത്തു വന്നു. സ്റ്റേഷനിൽ മോഡിഫിക്കേഷൻ വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫുൾ തഞ്ചാവൂർ വൈബിലാണ് ചെയ്യുന്നത്. കുറച്ചു നേരം അതിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് നിന്നു. പിന്നെ വിശപ്പ് തുടങ്ങി. എന്താ ചോദിച്ചേ? ഒരു ഗീ റോസ്റ്റും നമുക്കൊരു റവ റോസ്റ്റും. അണ്ണാ കൊഞ്ചും എന്താ വിശക്കണമെന്നാ പറഞ്ഞത്? വിശക്കണ്ടേ? ഞങ്ങള് 2 കപ്പിൽ അവള് വെള്ളം വാങ്ങിച്ചിട്ടുണ്ട് ഉള്ളൊക്കെ ചൂടാവാൻ. സമയത്തായി 10 മണിയായി. ഇവിടെ ചായയും കാപ്പിയൊന്നും ഇല്ല. ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് തമിഴിൽ പേசுடி. എനിക്ക് തമ്മിൽ தெரியாது. உனக்கு தெரியும்னா தமிழ் வச்சு பேசு. நாங்கள் ரயில்வே ஸ்டேஷனில் இருந்து இறங்கிட்டு அப்புறம் വിശന്ന സമയത്ത് എവിടെ നിന്ന് കഴിക്കണം ഇങ്ങനെ നോക്കിയായിരുന്നു. പക്ഷെ തൊട്ടടുത്ത് അനൗൺസ്മെന്റ് പോലെ ഇത് തമിഴാ. പൂജ ഹോട്ടൽ. അതാ വந்தாச்சு. നല്ല തിരക്ക്. ரவா தோசை அங்கே, நெய் ரோஸ்ட்டும் வந்து இங்கே.
ഇതാണ് എൻ്റെ നെയ് റോസ്റ്റ്. ഞാൻ റവ റോസ്റ്റ് വിശന്ന് കഴിഞ്ഞ് ഞങ്ങൾ 2 ഇഡ്ഡലിയും കൂടെ വന്നു. ഞാൻ ചിലപ്പോൾ ഭൂരിയായിരിക്കും. കിട്ടില്ല. സൂപ്പർ. ശരി, കഴിക്കാം. കുരുമുളക് കിട്ടും. കുരുമുളക് കിട്ടും. ഇതാണ് റവ റോസ്റ്റ്. ഞാൻ പോയി കഴിച്ചു. ഞാൻ നോക്കാം. ഒന്നും കൂടി എക്സ്പ്രഷൻ ഇടും. സൂപ്പർ. നമ്മുടെ നാട്ടിലില്ലാത്ത പുതിന ചട്നിയൊക്കെ ഉണ്ട്. ഈ പുതിന ചട്നി കേരളത്തിൽ നിന്ന് കഴിച്ചിട്ടേ പിന്നെ ഇല്ല. അവർ നമ്മളെ മാന്ന് പറഞ്ഞിട്ട് വിളിക്കണേ അല്ലേ? നല്ല സ്നേഹം നിറഞ്ഞ സംസാരം എനിക്കിഷ്ടപ്പെട്ടു. ഇന്നലെ ഏതാ സ്പൈസി? ഇത് റെഡ് വിളിച്ചൊന്നും ഓക്കെ. കട്ടി. തഞ്ചാവൂർ ജില്ലക്കാർക്ക് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അതിനുശേഷം ഞങ്ങൾ ഓട്ടോക്കാർക്ക് പോയി ചോദിച്ചു. ഇവിടെ പ്രീപെയ്ഡ് ഓട്ടോ ബൂത്തൊക്കെ ഉണ്ടോ ചോദിച്ചപ്പം ആർക്കും ഒന്നും അറിയണ്ട, ഇതിനെക്കുറിച്ച് ഒരു ധാരണയില്ല. അപ്പോൾ ഓട്ടോക്കാർ കുറേ നേരമായി ഞങ്ങളെ ക്യാൻവാസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഈ കുട്ടി പോയിട്ട് അവിടെ പോയി ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു 120 rupees ആവും പറഞ്ഞു. ഞങ്ങൾ ആകെ 6 മിനിറ്റേ ഉള്ളൂ പറഞ്ഞു. പക്ഷേ എങ്ങനെ 120 ആയത് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു കോവിൽ പക്കത്തിൽ എന്താണ് ബാക്കി പറ. നല്ല റേറ്റാണ്. മിനിമം ചാർജ് 120. പോക കൂടാതെ പോക മാട്ടെ. പിന്നെന്താ അത് എന്ത് വഴിയാന്ന് പറഞ്ഞാൽ ഇടുക്ക് വഴിക്ക് എന്താ പറഞ്ഞല്ലോ, കുറുക്ക് വഴികളാണ്, ഊട് വഴികളാണ്. അല്ല, അമ്പലത്തിന്റെ അടുത്തായതുകൊണ്ട് അവിടെ 120 ആണ് മിനിമം ചാർജ്. അല്ല, മിനിമം ചാർജ് 100 ആണ്, 20 rupees എക്സ്ട്രാ. കഴിവായിരിക്കും. 120. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു 2.5 കിലോമീറ്റർ നടക്കണം. ആ 120 ഞങ്ങൾ എന്തെങ്കിലും വാങ്ങിച്ച് കഴിച്ച് ചിലവാക്കും അല്ലേ സുഹാന? നോക്കട്ടെ. പിന്നെ ഞങ്ങളുടെ ചെക്ക് ഇൻ ടൈം അവരോട് ചോദിച്ചപ്പം അവർ പറഞ്ഞത് 11 മണിക്ക് ശേഷം തരുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ വെറുതെ അവിടെ പോയി ഇരിക്കണേക്കാട്ടിലും നേരെ പോവല്ലേ നടന്ന് കാണാമെന്ന് വിചാരിച്ചു. ഈ വെയിറ്റും നോക്കിയിട്ട് കഴുതകളെ പോലെ നടന്ന് കാണാം. ഓക്കെ എന്നാ ബൈ. ബിൽഡിംഗ് பார்த்துருக்கேன். എന്നതെന്ന് தெரியாது. ഒരു വൈറ്റ് ബിൽഡിംഗ്, വൈറ്റ് ഹൗസ് പോലെ പഠിച്ച് பார்க்கல. ഇതെന്താ സംഭവം? ഓ, സിറ്റി മുനിസിപ്പൽ കോർപ്പറേഷൻ. നല്ല വൈറ്റ് ആണ്, പ്യുവർ വൈറ്റ്. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഞങ്ങൾ നടന്ന് രാംരാജിന്റെ ഒക്കെ സ്ഥലത്തെത്തി. ആ, ഇനി കുറച്ച് ദൂരം കൂടി ഉള്ളൂ എന്നാ പറഞ്ഞേ. ആക്ച്വലി നടക്കാൻ നല്ല രസമുണ്ട്. വാ വാ. എനിക്ക് അറിയില്ലടി. അവർക്ക് അവരുടെ നാടത്തെ ഭാഷ കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കി. 1919 to 2019 ഉള്ളിലാണ് സംഭവം. കഴിക്കാനറിയാതെ ഞങ്ങളിതൊന്ന് ഗൂഗിളായിട്ട് നോക്കി. അപ്പോൾ കാണാനായിട്ട് സാധിച്ചത് തഞ്ചാവൂരിലെ മെഡിക്കൽ കോളേജാണെന്നാണ്. എന്തായാലും കൊള്ളാം. ആർക്കിടെക്ചർ അടിപൊളിയായിട്ടുണ്ട്. അതെ അതെ. അങ്ങനെ ഞങ്ങൾ ജോസിയാണ്. എന്താ ജോസിയെ തത്ത? എടുക്കണോ? சூப்பராக இருக்கா. படிக்கல முன்னேற்றம், நல்ல அமைப்பு, நல்ல நேரம், நல்ல டயம். வெற்றியாக ஜெயிச்சு வருவீங்க. மனசில் ஒரு சீவன் நம்பி கடைசி வேலைக்கு வேணுமா வேண்டாமா? வாழ்க்கை துணைக்கு ஒரு சீவனை நீங்கள் நம்பி வழி நடக்கிறீங்க. என்ன ஆர்வம்.
വയസ്സായിട്ടുള്ള ആൾക്കാരൊക്കെ ജിമ്മിലൊക്കെ പോകണം. നല്ല അടിപൊളി ഫിറ്റ്നസ് ഉള്ള സ്ഥലമാണ്. അതേ നേരം വേറെ ആൾക്കാരും നടന്ന് വരുന്ന വഴിക്ക് ഞങ്ങളൊരു ചീട്ടെടുക്കണ സംഭവമാണ് ഈ തത്തമ്മയെ കൊണ്ട് ചീട്ടെടുപ്പിക്കണത്. അപ്പോൾ കുറേ കാലമായിട്ട് ഞാൻ അത് എടുക്കണം എന്ന് വിചാരിക്കണ്ടായിരുന്നു. ഇതവണ എടുത്തു. അപ്പോൾ എനിക്ക് വന്നത് സരസ്വതി ദേവിയാണ്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു നല്ല ഉദ്യോഗം കിട്ടും, നല്ല ഗവൺമെൻറ് ജോലി റെഡിയായിട്ടുണ്ട്, നല്ല പഠിത്തം, നല്ല വിവരമുണ്ട്, പിന്നെ എല്ലാം സെറ്റാണെന്നൊക്കെ പറഞ്ഞു. പിന്നെ കല്യാണത്തിനെ കുറിച്ച് എന്തൊക്കെയൊക്കെയോ പറഞ്ഞു. അത് കഴിഞ്ഞാൽ പിന്നെ എന്തൊക്കെയോ അല്ല കാര്യം അവർ പിന്നെ എന്നെക്കൊണ്ടൊരു ചീട്ടെടുപ്പിച്ചു. അപ്പോൾ അതിൽ ഫുള്ള് ബ്ലർഡായിരുന്നു. അപ്പോൾ അവരെൻ്റെ അടുത്ത് പറഞ്ഞു നിങ്ങൾക്ക് നാഗദോഷമുണ്ട്, അത് ശരിയാക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാം സെറ്റാണ്. അപ്പോൾ നാഗദോഷം മാറ്റാനായിട്ട് 1500 രൂപ തരണം പറഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായി സ്പാം ആണെന്ന്. ഇവിടെ സ്പാം ആണ്. ഓക്കെ ഗൈസ്, അങ്ങനെ നടന്നു. അങ്ങനെ ഞങ്ങൾ ഇതൊക്കെ വരും കേട്ടോ. അങ്ങനെ ഞങ്ങൾ നടന്നിട്ട് ഞങ്ങളുടെ റൂമിലേക്ക് എത്തിയിരിക്കുന്നു. ശ്രീരത്ന ടെമ്പിൾ വ്യൂ ഇന്നാണ് നമ്മളുടെ റൂം. മുഴുവനായി കാണിക്കുക, മേലോട്ട് കാണിക്കുന്നതാ. എടുത്തിടിയത് അമ്പലത്തിൽ നിന്ന് ഒരു 200 മീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ, നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ. ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ വരെ നടന്നിട്ടാണ് വന്നത്, അത്രേ ഉള്ളൂ. ഇനി ഞങ്ങൾ പോയിട്ട് പറയാം. നല്ല സ്മെൽ. അമ്പലത്തിനടുത്തുള്ള ഒരു ഹോട്ടലിലാണ് ഞങ്ങൾ 3-4 തവണ ഈ ടീ ക്രഷിൽ നിന്നാണ് ചായയും കാപ്പിയൊക്കെ കുടിച്ച്. ഹോട്ടലിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. നല്ല ടേസ്റ്റി ആയിരുന്നു. 10 രൂപയ്ക്ക് ചായയും 15 രൂപയ്ക്ക് കോഫിയും കിട്ടും. മസാല ടീ തുടങ്ങി ഒരുപാട് വെറൈറ്റി ടീസ് ഇവിടെ ഉണ്ട്, അതുപോലെ കോഫീസും. ആ വാടി. നല്ല ഹോട്ട് വാട്ടർ ഒക്കെ ഉണ്ട് കേട്ടോ.